السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشايخنا الأزهرية الشارعية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മനസ്സിൻ്റെ 40 രോഗങ്ങളിൽ നിന്ന് 14ാമത്തെ രോഗമായ ഹിർസ്, അലച്ച അത്യാഗ്രഹം. ഹിർസ് എന്ന് പറയുന്നത് ഹിർസ് മഹ്മൂദുമുണ്ട്, മദ്മൂമുമുണ്ട്. ഹിർസ് മഹ്മൂദ് നമുക്ക് വേണ്ടതും ഹിർസ് മദ്മൂമ് നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കിക്കളയേണ്ടതുമാണ്. ആഗ്രഹങ്ങളുടെ കൂടുതൽ ഉദ്ദേശിക്കുക, അതാണ് ഹിർസ്. ഹിർസ് മോശപ്പെട്ടത്, അതായത് നമ്മുടെ അംശം കരസ്ഥമാക്കിയിട്ട് അതിനേക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ അംശയും എനിക്ക് ലഭിക്കണമെന്ന അലച്ച അത്യാഗ്രഹം. അതുപോലെ എത്ര കിട്ടിയാലും മതിയാകാത്ത വിധത്തിൽ ഇനിയും കൂടുതൽ വേണം എന്നൊരു ആഗ്രഹം, അതാണ് ഹിർസ്. ഹിർസുള്ള ആൾക്ക് ഹരീസ് എന്ന് പറയുമെന്ന് ബഹുമാനപ്പെട്ട മുല്ലാലി ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മിർഖാത്ത് കിതാബുർ റഖാഖ് ബാബുൽ അമലി വൽ ഹിർസ് 9ാം വാല്യം 119ാമത്തെ പേജിൽ 2ാമത്തെ ബാബിൽ വിശദീകരിക്കുകയാണ്. അതുപോലെ മിർആത്തുൽ മനാജിഹ് 7ാം വാല്യം 86ാമത്തെ പേജിലും കാണാം. സാധാരണയിൽ എല്ലാവരും പറയാറുള്ളത് ഹിർസിന്റെ ബന്ധം അത് വെറും സമ്പത്തിനോട് മാത്രമാണ്. സമ്പത്തിനോട് മാത്രമല്ല ഹിർസ് വരുന്നത്, ഒരു വസ്തു കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുക, അതാണ് ഹിർസ്. അത് ചിലപ്പോൾ സമ്പത്തിലും ഉണ്ടാകാം, സമ്പത്തല്ലാത്തതിലും ഹിർസ്. ഇപ്പോൾ സമ്പത്തിലാണെങ്കിൽ സമ്പത്തിൻ്റെ ഹരീസാണ് സമ്പത്തിൽ അത്യാഗ്രഹം ഉള്ള ആളെ സംബന്ധിച്ച് പറയാം. ഇനി ഭക്ഷണത്തിൽ അത്യാഗ്രഹമാണോ എന്ന ഭക്ഷണത്തിൻ്റെ ഹരീസാണ്. നല്ല കാര്യങ്ങൾ, ഹസനാത്ത്, സൽക്കർമ്മങ്ങളിൽ കൂടുതൽ ചെയ്യണമെന്ന്, എന്നാൽ സൽക്കർമ്മത്തിലുള്ള ഹരീസ് തെറ്റുകൾ കൂടുതലാക്കണമെന്ന ചിന്തയും ആഗ്രഹമാണോ, എന്നാൽ ദോഷങ്ങൾ ഹരീസ് എന്ന് പറയും. ഹുല്യത്തുൽ ജന്നയിലൊക്കെ ഉള്ളതുപോലെ ഹിർസ്, അമല്, അലച്ച അത്യാഗ്രഹം, അത് വസ്ത്രത്തിലുമുണ്ടാകാം, ഭക്ഷണത്തിലുണ്ടാകാം, മറ്റു വസ്തുക്കളിലും സമ്പത്തിലും, അതുപോലെ നമ്മുടെ ഇസ്സത്തിലും ഷുഹറത്തിലും എല്ലാ നിഅമത്തിലും അത് ഉണ്ടാകാം എന്ന് ഹുല്യത്തുൽ ജന്ന 111 കാണാം. ഏതായാലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 96ാമത്തെ ആയത്ത്, വല തജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിൻ വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അൻ യുഅമ്മർ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. സൂറത്തുൽ ബഖറ 96. അതായത് യഹൂദികൾ അവർ കൂടുതൽ കാലം ജീവിക്കാൻ അത്യാഗ്രഹിക്കുന്നവരാണ്. കുറേ കാലം ജീവിക്കണമെന്ന് അത്യാഗ്രഹിക്കുന്നവരാണ് യഹൂദികൾ. മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലും 1000 വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ ആഗ്രഹം, ഈ അത്യാഗ്രഹമൊന്നും അവരെ അദാബിനെ തൊട്ട് തടസ്സപ്പെടൂല എന്നും അവരെ തൊട്ട് അദാബ് ദൂരീകരിക്കുകയില്ല അവർക്ക് ഇത്ര വയസ്സ് കിട്ടിയതിൻ്റെ പേരിൽ എന്നും, അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങളും തെറ്റുകളും എല്ലാം അള്ളാഹു കാണുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 96ാമത്തെ ആയത്തിൽ പറഞ്ഞു. മുഫസ്സിരിങ്ങളൊക്കെ രേഖപ്പെടുത്തിയതുപോലെ മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒരു വിഭാഗം മജൂസിയാക്കൾ അവർ പരസ്പരം സലാം പറയുമ്പോൾ സലാമിന്റെ സ്ഥാനത്ത് അഹങ്കാരിച്ച് വെക്കുമ്പോൾ പറയലെന്നെ 1000 വർഷം ജീവിക്കട്ടെ എന്നാ പറയാ, നിങ്ങൾക്ക് 1000 വർഷം ജീവൻ ഉണ്ടാകട്ടെ എന്നാ പറയാ. അപ്പോൾ മജൂസിയാക്കള്, മുശ്രിക്കീങ്ങളിൽപ്പെട്ട മജൂസിയാക്കള് 1000 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ യഹൂദികൾ അതിനേക്കാളും കൂടുതൽ ജീവിക്കണമെന്ന് അത്യാഗ്രഹിക്കുന്നവരാണെന്നും ഈ ആയത്തും അതിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിലും മഹാന്മാരൊക്കെ രേഖപ്പെടുത്തതായി കാണാം. ഇഹ്രിസ്മായ യംഫൗകാന, നിനക്ക് ഉപകാരമുള്ളത് നീ അത്യാഗ്രഹം ഉണ്ടാകണമെന്ന് ഒരു നീണ്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് വളരെ പ്രസിദ്ധമായ ഹദീസും. അതോടുകൂടി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കിതാബു സക്കാത്ത് ബാബു ലൗ അന്ന ലിബ്നി ആദമ എന്ന് തുടങ്ങുന്ന ഹദീസ്, ആ ഹദീസ്
521 പേജുള്ളത്, അതായത് സ്വഹീഹ് മുസ്ലിം 116 ഹദീസ് കിതാബു സക്കാത്തിലുള്ള ആ മഹത്തായ ഹദീസിൽ സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യന്റെ അത്യാഗ്രഹം എത്രമാത്രം, സ്വർണത്തിന്റെ 2 കൂമ്പാരങ്ങൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തതും കൂടി ആഗ്രഹിക്കും മനുഷ്യൻ. അങ്ങനത്തെ മനുഷ്യനാണ്. മനുഷ്യനിക്ക് എത്ര കിട്ടിയാലും മതിയാവൂല. മനുഷ്യനിക്ക് ഖബറിന്റെ മണ്ണ് തന്നെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമുദായത്തിൽ ഉണ്ടാകുന്ന അത്യാഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഹിർസിന്റെ തഅല്ലുഖ് ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കും, ആ പ്രവർത്തനങ്ങൾ അത് കൂലിയുള്ളതുണ്ടാകും, അതുപോലെ ചിലത് ശിക്ഷ ഉള്ളതും ഉണ്ടാകാം. എന്നാൽ വെറും മുബാഹുള്ള ചില ഹിർസുമുണ്ട്. അതായത് ഹിർസ് മഹ്മൂദ്, ഹിർസ് മദ്മൂമ്, ഹിർസ് മുബാഹ്. ഹിർസ് മുബാഹ് നല്ല നിയ്യത്താണെങ്കിലോ അതും ഹിർസ് മഹ്മൂദാണ്. മോശമായ നിയ്യത്താണെങ്കിൽ ആ ഹിർസ് മുബാഹ് ഹിർസ് മദ്മൂമായി പോകും. അത് വിശദമായിട്ട് മഹാന്മാർ പറഞ്ഞു. ഏതായാലും മുബാഹ് ഹലാലായ പ്രവർത്തനങ്ങൾക്ക് ഹലാലായ ഹിർസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിയ്യത്ത് നന്നാക്കുമ്പോൾ അതും പ്രതിഫലം ഉണ്ടാകും. അതേ സ്ഥാനത്ത് ചീത്ത നിയ്യത്താണെങ്കിലോ അത് ശിക്ഷയും ഉണ്ടാകും. ഏതായാലും നമ്മൾ ഹിർസ് മഹ്മൂദ് ഏതൊക്കെയാണ്, മദ്മൂം ഏതൊക്കെയാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഏതൊരു പ്രവർത്തനം നല്ലതാണോ അതിന്റെ ഹിർസും നല്ലതാണ്, ഏതൊരു പ്രവർത്തനം മോശമാണോ അതിന്റെ ഹിർസും മോശമാണ്. ഇത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിർസ് മഹ്മൂദ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇഷ്ടമുള്ള ആയതുകൊണ്ട് മനുഷ്യൻ ആ പ്രവർത്തനങ്ങളെ കൊണ്ട് സ്വർഗത്ത് കടക്കാം. എന്നാൽ ആ നൽകാര്യങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്ക് ഹിർസ് ഉണ്ടാകുക അത് ഹിർസ് മഹ്മൂദാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, സ്വദഖത്ത്, അതുപോലെ തിലാവത്തുൽ ഖുർആൻ, ദിക്റുല്ലാഹി, അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ഇൽമു പഠിക്കുക, കുടുംബബന്ധം ചേർക്കുക, മറ്റുള്ളവർക്ക് ഉപദേശം നൽകുക, നല്ലതുകൊണ്ട് കൽപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളാണ്. അതിന് അത്യാഗ്രഹം ഹിർസ്, അത് ആ ഹിർസ് മഹ്മൂദാണ്. അതേ സ്ഥാനത്ത് ഹിർസ് മദ്മൂം, തെറ്റുകൾ പ്രവർത്തിക്കൽ പാടില്ലാത്തതാണല്ലോ, ദോഷങ്ങൾ ചെയ്യാൻ പാടില്ല, അതിനുള്ള ഹിർസും പാടില്ല. കാരണം അത് അവസാനം നരകത്തിലേക്ക് എത്തിപ്പിക്കുന്നു. ഉദാഹരണം പറയാം, പലിശ, കക്കല്, തെറ്റിദ്ധാരണ, അതുപോലെ സുഉല്ലന്ന് തെറ്റിദ്ധാരണയും, അതുപോലെ മോശമായ നോട്ടം, ഹറാമായ നോട്ടം, വ്യഭിചാരം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഹറാമുകൾ, അമ്രത്, കുട്ടികളോടുമായി ബന്ധപ്പെട്ട ഹറാമുകൾ, അതുപോലെ ഹുബുൽ ജാഹ്, ശുഹ്റത്തിനെ ആഗ്രഹിക്കുക, അതുപോലെ സിനിമാ പാട്ടുകൾ, സിനിമകൾ, സീരിയലുകൾ ഇതെല്ലാം നോക്കുക. ഇങ്ങനെയുള്ള സംഗതികളെല്ലാം അതിനുള്ള ഹിർസ് അത് മദ്മൂമായ ഹിർസാണ്, മോശപ്പെട്ട ഹിർസാണ്. അതുപോലെ സിനിമാ പാട്ടുകളും അതുപോലെ ബാജകൾ, മ്യൂസിക്കുകൾ ഇതെല്ലാം ആഗ്രഹിക്കുക, അതൊക്കെ ഹിർസ് മദ്മൂമ്, മോശപ്പെട്ട ഹിർസാണ്. അതുപോലെ ഗീബത്ത്, തെറ്റിദ്ധാരണകൾ, നമീമത്ത്, ചീത്ത പറയുക, മറ്റുള്ളവരുടെ അയബുകൾ നോക്കി നടക്കുക, എന്നിട്ട് മറ്റുള്ള ആളുകളിലേക്ക് അയബുകൾ ചുമത്തുക, ഇതെല്ലാം ദോഷങ്ങളാണ്. ആ ദോഷങ്ങൾക്കുള്ള ഹിർസും അത് മോശപ്പെട്ട ഹിർസാണ്, മദ്മൂമായ ഹിർസാണ്. എന്നാൽ മുബാഹായ ഹിർസ്, ജായിസായ ഹിർസ്, അതിനെ നിയ്യത്ത് നന്നാക്കൽ കൊണ്ട് മഹ്മൂദാക്കാനും നിയ്യത്ത് മോശപ്പെടുത്തൽ കൊണ്ടിട്ട് മദ്മൂമാക്കാനും കഴിയും. ഉദാഹരണം പറയാം, ഭക്ഷണം കഴിക്കുക, പാനീയം കുടിക്കുക, തിന്നുക, കുടിക്കുക, ഉറങ്ങുക, അതുപോലെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക, വീടുണ്ടാക്കുക, സമ്മാനം കൊടുക്കുക, നല്ല വസ്ത്രം ധരിക്കുക, അതുപോലെ കൂടുതൽ എക്സ്ട്രാ ഡ്രസ്സുകൾ ധരിക്കുക, ഇതെല്ലാം ചിലപ്പോൾ ജായിസായ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. എന്നാൽ ആ മുബാഹായ കാര്യം, ആ മുബാഹായ അമല് അത് നല്ല നിയ്യത്താക്കൽ കൊണ്ടിട്ട് അത് ഒരുപാട് പുണ്യം കരസ്ഥമാക്കാൻ കഴിയും. മുബാഹ് എന്ന് പറഞ്ഞാൽ ചെയ്താലും കൂലി ശിക്ഷയില്ല, ചെയ്തിട്ടില്ലെങ്കിലും കൂലിയോ ശിക്ഷയില്ലാത്തതല്ലേ. പക്ഷെ അതേ സ്ഥാനത്ത് കൂലി കിട്ടാത്തതും നല്ല നിയ്യത്താക്കിയാൽ കൂലി കിട്ടും. ഉദാഹരണം പറയാം, ഈ പറയുന്ന ഭക്ഷണം കഴിക്കലും പാനീയം ഇതെല്ലാം നല്ല നിയ്യത്തോടുകൂടെ ഇബാദത്തിന് ശക്തി കിട്ടാൻ വേണ്ടി ആ നിയ്യത്തോടു കൂടിയാണോ ചെയ്യുന്നത്, എന്നാൽ അത് പ്രതിഫലമുള്ളതാണ്. നല്ല നിയ്യത്തോട് ഇബാദത്തിന് ശക്തി കിട്ടണം എന്ന ഉദ്ദേശത്തിലാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, വലിയ മഹത്വമുള്ളതാണ്. അതുപോലെ
വസ്ത്രം ധരിക്കുക, ഇതൊന്നും ഒരു നിയ്യത്തുമില്ല, നല്ല നിയ്യത്തുമില്ല, മോശമുള്ള നിയ്യത്തില്ല, മുബാഹാണ്. എന്നാൽ അവിടെയും സൂക്ഷിക്കണം, ഖിബ്റോടുകൂടെ ആയിരിക്കരുത് ഡ്രസ്സ് ധരിക്കുന്നത്. അതോടുകൂടി അള്ളാഹു തന്ന നിഅമത്തിന് വെളിവാക്കുക. കാരണം അള്ളാഹു തന്ന നിഅമത്തിന് വെളിവാക്കുക എന്ന് ഉദ്ദേശത്തോടു കൂടെ നല്ല ഭക്ഷണം കഴിക്കുന്നത്, നല്ല വസ്ത്രം ധരിക്കുന്നത്, അത് ഹിർസ് മഹ്മൂദാണ്. അതേ സ്ഥാനത്ത് കിബിർ കൊണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ള നിസ്സാരപ്പെടുത്തി ഇങ്ങനെല്ലാം ചെയ്യുമ്പോൾ അത് തെറ്റുമാണ്, മദ്മൂമാണ്. അപ്പോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത വിധത്തിൽ ജായിസായ പ്രവർത്തനം ചെയ്യുമ്പോൾ കൂലിയുമില്ല, ശിക്ഷയുമില്ല. അപ്പൊ അതിലേക്കുള്ള ഹിർസ്, അത്യാഗ്രഹം, അതും കൂലിയും ശിക്ഷയില്ലാത്ത ജായിസായ കാര്യമാണ്. പക്ഷേ ആ ഹിർസ് പൂർത്തിയാക്കാൻ വേണ്ടി ശരീഅത്തിന് വിപരീതം നടക്കാനും പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. കാരണം ഹറാമായ സംഗതികൾ കൊണ്ട് ഹിർസ് പൂർത്തിയാക്കാൻ വേണ്ടി വട്ടി വാങ്ങിട്ടോ കട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കവർച്ച ചെയ്തിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കലോട് കൂടിയായിരിക്കണം. എന്നാൽ ഹിർസ് മുബാഹായിരിക്കും. അപ്പൊ ഹിർസ് മുബാഹ് മഹ്മൂദുമാകും മദ്മൂമും ആകും എന്നത് നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹലാലായ കാര്യം നല്ല നിയ്യത്ത് കൊണ്ടിട്ട് ഹിർസ് മഹ്മൂദാകും, അതേ സ്ഥാനത്ത് മോശമായ നിയ്യത്ത് കൊണ്ട് ഹിർസ് മദ്മൂമാകും എന്നതും ഒരു നിയ്യത്തുമില്ല, എന്നാൽ ആ പ്രവർത്തനം മുബാഹാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അല്ലാമ ബുർഹാനുദ്ദീൻ സർനൂജി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഅലീമുൽ മുതഅല്ലിമിൽ പറഞ്ഞത് കാണാം. മഹാനായ ബുർഹാനുദ്ദീൻ സർനൂജി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അവിടുത്തെ തഅലീമുൽ മുതഅല്ലിമിന്റെ തുടക്കത്തിൽ പറഞ്ഞത് കാണാം, നല്ല നിയ്യത്ത് കൊണ്ട് ഒരുപാട് വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും, ഒരുപാട് വിജയങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും നല്ല നല്ല നിയ്യത്ത് കൊണ്ട് എന്ന് ബഹുമാനപ്പെട്ട ബുർഹാനുദ്ദീൻ സർനൂജി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഅലീമുൽ മുതഅല്ലിമിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇമാം അഹ്ലുസുന്ന അഹ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി അവിടുത്തെ ലത്വാൻ നബവിയ ഫിൽ ഫതാവ റളിയ 8-ാം വാല്യം 452 രേഖപ്പെടുത്തിയതായി കാണാം. ബുർഹാനുദ്ദീൻ സർനൂജി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഅലീമുൽ മുതഅല്ലിം ത്വരീഖത്ത് തഅല്ലും എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിന്റെ 9-ാമത്തെ പേജിൽ പറഞ്ഞു, കമ്മിൻ അമലിൻ യുതസവ്വറു ബി സൂറത്തി അമലി ദുനിയ വയസീറു ബി ഹുസ്നി നിയ്യത്തി മിൻ അമാലിൽ ആഖിറ വകമ്മിൻ അമലിൻ യുതസവ്വറു ബി സൂറത്തി അമലിൽ ആഖിറ തുമ്മ യസീറു ബി സൂഇ നിയ്യത്തി മിൻ അമാലി ദുനിയ. അതായത് എത്ര പ്രവർത്തനങ്ങൾ ദുനിയാവിന്റെ പ്രവർത്തനമായിരിക്കും, എന്നാൽ നല്ല നിയ്യത്ത് കൊണ്ട് അത് ആഖിറത്തിന്റെ പ്രവർത്തനങ്ങളിൽ വിട്ടുപോകും. അതുപോലെ എത്ര പ്രവർത്തനങ്ങൾ അത് ആഖിറത്തിന്റെ അമലിന്റെ രൂപത്തിലായിരിക്കും, പക്ഷേ മോശമായ നിയ്യത്ത് കൊണ്ടിട്ട് അത് ദുനിയാവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടുപോകുന്നു. അതുകൊണ്ട് ഒരു മുതഅല്ലിം ഇൽമു പഠിക്കൽ കൊണ്ട് എപ്പോഴും കരുതേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്, ആഖിറത്തിന്റെ വിജയമാണ്. അതുപോലെ സ്വന്തം ശരീരത്തിന് വിവരക്കേട് നീക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ, അതുപോലെ നമ്മളിൽ നിന്നും വിവരക്കേടുള്ള ആളുകളിൽ നിന്നും ജഹാലത്തിന് നീക്കണം എന്ന ഉദ്ദേശത്തോട്, അതുപോലെ ദീന്റെ ഇഹ്യാ, ദീനിന് വിജയം കിട്ടണമെന്നും, അതുപോലെ ഇസ്ലാമിന്റെ അവശേഷിപ്പിന് വേണ്ടി, കാരണം ഇസ്ലാമിന്റെ അവശേഷിപ്പ് ഇൽമു കൊണ്ടിട്ടാണല്ലോ എന്ന നിലക്ക് ആണ് ഇൽമു പഠിക്കേണ്ടത് എന്നും തഅലീമുൽ മുതഅല്ലിമിൽ ബഹുമാനപ്പെട്ട ബുർഹാനുദ്ദീൻ സർനൂജി റഹ്മത്തുള്ളാഹി അലൈഹി 9-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നിയ്യത്ത് നന്നാക്കിയാൽ അത് വലിയൊരു പുണ്യമേറിയ സംഗതിയാണ്. ത്വാഅത്തുകൾക്ക് ശക്തി കിട്ടാൻ വേണ്ടി ആണ് ജായിസായ കാര്യം ചെയ്യുന്നത്, എന്നാൽ പ്രതിഫലം ഉള്ളതാണ്. അതുപോലെ മുബാഹായ കാര്യങ്ങൾ, ഇബാദത്തുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിന്നലും കുടിക്കലും, അതായത് ഭക്ഷണം കഴിക്കലും പാനീയം കുടിക്കലും ഉറങ്ങലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നതും, അതുപോലെ ഭാര്യ ഭർത്താക്കളുടെ ബന്ധം, ഇതെല്ലാം ഇബാദത്തായി മാറ്റാൻ നല്ല നിയ്യത്ത് കൊണ്ട് സാധിക്കുമെന്ന് ഒരുപാട് ഫുഖഹാ തന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ മുബാഹ് ആയ ഹിർസ് അത് മഹ്മൂമും മദ്മൂമാക്കാനുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണം വരെ സാധാരണ നമ്മൾ ഉപയോഗിക്കാനുള്ള സെന്റ് തേക്കാം. സെന്റ് അത് ജായിസാണ്. അത് നല്ല നിയത്താക്കിയാൽ അത് പ്രതിഫലമുള്ളതാകും. അതേ സ്ഥാനത്ത് മോശമായ നിയത്താക്കിയാലോ അത് ആക്ഷേപിക്കപ്പെടും, മഹ്മൂദും മദ്മൂമും ആകാം. ബഹുമാനപ്പെട്ട അല്ലാമ ബർക്കത്തുൽ മുസ്തഫ അൽ ഇത്ലാഖ് ഫിൽ ഹിന്ദ് ഷെയ്ഖ് ശുയൂഖിൽ ഹിന്ദ് അല്ലാമ അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മിഷ്കാത്തിനിക്ക് അറബിയിലും ഫാർസിയിലും 2 ഷറഹ് ചെയ്തിട്ടുണ്ട്. മുഖദ്ദിമത്തുൽ മുഷ്കാത്ത് എഴുതിയ ആ മഹാനവറുകൾ, ആ അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അശിഅത്തുൽ ലംആത്ത് ഷറഹുൽ മിഷ്കാത്ത് 1-ാം വാല്യം 37-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്, ജായിസായ കർമ്മങ്ങൾ നല്ല നിയ്യത്ത് കൊണ്ട് പ്രതിഫലമുള്ളതാകും. ഉദാഹരണം പറയാണ്, സുഗന്ധം ഉപയോഗിക്കുന്നത് പോലെ സെന്റ് ഉപയോഗിക്കാം.
ആ സെന്റ് ഉപയോഗിക്കുമ്പോൾ സുന്നത്തിന്റെ ഇത്തിബ ആണ് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. അതുപോലെ സെന്റ് തേച്ച് പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയോടുള്ള ബഹുമാനവും ഉദ്ദേശിക്കുന്നുണ്ട്. അതോടുകൂടെ അവന്റെ ബുദ്ധി വിശാലതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവന്റെ ദിമാഗ് ഫർഹത്ത് ഉണ്ടാകാൻ വേണ്ടി, ഫ്രഷ് ആകാൻ വേണ്ടി. കാരണം സെന്റ് ഉപയോഗിക്കുമ്പോൾ മൻ തതയ്യബ സാദ അഖ്ലുഹു എന്നല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സെന്റ് തേച്ചാൽ ബുദ്ധി കൂടുമെന്ന്. അപ്പോ ആ ബുദ്ധിയുടെ വിശാലതയ്ക്ക് വേണ്ടിയിട്ടും ദിമാഗിന്റെ ഫ്രഷിന് വേണ്ടിയിട്ടാണോ സെന്റ് തേക്കുന്നത്? അങ്ങനെ ആകുമ്പോൾ ഈ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് ഇതിന്റെയൊക്കെ പ്രതിഫലം നൽകുന്നു. നീയത്തുകൾ വർദ്ധിപ്പിക്കുന്ന അനുസരിച്ച് അമലുകളും പ്രതിഫലം കൂടുന്നു. ഇന്നമാ യുഅത്തന്നാസു അലാ ഖദ്രി നിയ്യാതിഹിം, നിയ്യത്ത് അനുസരിച്ച് ഒരുപാട് പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്കാറിലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ നിയ്യത്തുകൾ ഒരേ കർമ്മമാണ്. നിയ്യത്തുകൾ ധാരാളമാക്കുമ്പോൾ ഒരുപാട് പ്രതിഫലം അള്ളാഹു നൽകുന്നു. കിതാബ് നിയ്യാത്ത് പോലത്തെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരൊക്കെ വിശദീകരിച്ചത് കാണാം. ഇമാം അഹ്ലുസുന്ന അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ലതാൻ നബവിയ ഫിൽ ഫതാവ റദ്വിയിൽ ഒരേ ഒരു നിയ്യത്ത് കൊണ്ടിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രവർത്തനം 40 നിയ്യത്താക്കിയിട്ട് ഒരേ പ്രവർത്തനം 40ഓളം പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുമെന്ന ഉദാഹരണം അവിടുത്തെ ഫതാവ റദ്വിയ, അതുപോലെ അൽ മുഖ്താറാത്തു റദ്വിയ മിനൽ അഹാദീസ് നബവിയ്യ പോലത്തെ ഗ്രന്ഥങ്ങളിലെല്ലാം, ജാമിഉൽ അഹാദീസ് പോലത്തെ ഗ്രന്ഥങ്ങളെല്ലാം രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ സെന്റ് തേക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് പിൻപറ്റുന്നു, പള്ളിയെ ബഹുമാനിക്കുന്നു, അതുപോലെ ബുദ്ധിവിശാലതക്ക് ഇങ്ങനെല്ലാം നിയ്യത്താക്കുന്നു. അതോടുകൂടെ നമ്മുടെ കൂടെ ഉള്ള മുസ്ലിം സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അവർക്ക് ദുർഗന്ധം അവർക്ക് ഉണ്ടാകാൻ പാടില്ല, നമ്മളെ കാരണം കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന കരുത്തുമുണ്ടായാൽ ഓരോ നിയ്യത്തിനും വേറെ വേറെ തന്നെ പ്രതിഫലം ലഭിക്കപ്പെടുമെന്ന് അശിഅത്തുൽ അംആദ് ശറഹുൽ മിഷ്കാത്ത് 1-ാം വാല്യം 37-ാമത്തെ പേജിൽ കാണാം. എന്നാൽ സാധാരണയായി സെന്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇബ്ലീസ് മൽഊന് പല നിയ്യത്തുകളെ കൊണ്ടും ആ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ പരിശ്രമിക്കും. കാരണം സെന്റ് തേക്കുമ്പോൾ അധികവും ശൈത്താൻ തോന്നിപ്പിക്കൽ എന്താ? സെന്റ് തേക്കുമ്പോൾ ആളുകളൊക്കെ ഓഹ് എന്നൊക്കെ പറയട്ടെ, അതുപോലെ എവിടുന്ന് പോയാലും സുഗന്ധം അടച്ചു വീശട്ടെ, എല്ലാവരും തിരിഞ്ഞു നോക്കണം, മാത്രമല്ല എന്റെ മഹത്വം പറയണം. ഇങ്ങനെയുള്ള മോശപ്പെട്ട നിയ്യത്താണോ ആക്കുന്നത്? എന്നാൽ ആ സുഗന്ധം ഉപയോഗിക്കുന്നത് ഹിർസ് മദ്മൂമാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ജനങ്ങളൊക്കെ നല്ല ഹാ എന്നൊക്കെ പറയണം എന്ന നിയ്യത്ത് കൊണ്ടിട്ടാണോ ആരെങ്കിലും സുഗന്ധം തേക്കുന്നത്? അല്ലെങ്കിൽ വിലമതിക്കപ്പെട്ട സുഗന്ധമാണ് തേച്ചിട്ട് ഇയാള് സാമ്പത്തിന്റെ ഇയാൾക്ക് ഭയങ്കര സമ്പത്തുണ്ട് എന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ആ നിയ്യത്ത് കൊണ്ടിട്ടാണോ ആരെങ്കിലും സുഗന്ധം ഉപയോഗിക്കുന്നത്? എന്നാൽ ആ സുഗന്ധം ഖിയാമത്ത് നാളിൽ ശവത്തിനേക്കാളും ദുർഗന്ധം അവനിക്ക് അടിച്ചു വീശുന്നു എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബുൻ നിയ്യത്ത് ബയാനു തഫ്സീരിൽ അഅമാൽ 5-ാം വാല്യം 98-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. നിയ്യത്ത് മോശമാക്കിയിട്ട് സുഗന്ധം ഉപയോഗിച്ചാൽ, നിയ്യത്ത് മോശമാക്കിയിട്ട് സെന്റിട്ടാല് ആ സുഗന്ധം ഖിയാമത്ത് നാളിൽ ശവത്തിനേക്കാളും ദുർഗന്ധമുണ്ടായിരിക്കുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഹിർസ് എപ്പോഴും നമുക്ക് മഹ്മൂദ് ഉണ്ടാകണം. ഏത് വിഷയത്തിലും ഹിർസ് മദ്മൂം പറ്റുകയില്ല. മാത്രമല്ല ഹിർസുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉയൂനുൽ ഹികായാത്ത് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ 508-ാമത്തെ ഹിക്കായത്ത്, 508-ാമത്തെ ചരിത്രം ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരു വീട്ടിൽ അത്ഭുതകരമായിരിക്കുന്ന ഒരു പാമ്പുണ്ടായിരുന്നു. എല്ലാ ദിവസവും ആ പാമ്പ് ഒരു സ്വർണത്തിന്റെ എഗ്ഗ്, സ്വർണത്തിന്റെ മുട, അതായത് ഈ ഭാഗത്ത് പറയുമ്പോൾ സ്വർണത്തിന്റെ മുറ്റ, സ്വർണത്തിന്റെ നമ്മുട്ട് ഇവിടെ അത് ഇടാറുണ്ട് എന്നും മാത്രമല്ല വീടിന്റെ ഉടമസ്ഥൻ ഈ ഫ്രീ ആയിട്ട് അധ്വാനമൊന്നുമില്ലാതെ എല്ലാ ദിവസം സ്വർണം കാണുമ്പോൾ, സ്വർണത്തിന്റെ എഗ്ഗ് കാണുമ്പോൾ, സ്വർണത്തിന്റെ മുട കാണുമ്പോൾ വല്ലാത്ത സന്തോഷിക്കും. എന്നിട്ട് വീട്ടുകാരോട് എപ്പോഴും പറയും, കുടുംബങ്ങളോടൊക്കെ ഇത് ആരോടും പറയരുത്. അങ്ങനെ മാസങ്ങളോളം ഇങ്ങനെ എല്ലാ ദിവസം സ്വർണത്തിന്റെ എഗ്ഗ്, സ്വർണത്തിന്റെ മുട ഇതാ ആ പാമ്പിൽ നിന്ന് ഇദ്ദേഹത്തിലേക്ക് ലഭിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ഈ പാമ്പ് തന്റെ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇയാൾ ഉടമസ്ഥതയിലുള്ള
ആടിൻകുട്ടിനെ ഇതാ പെട്ടെന്ന് കുത്തുകയാണ്. അതിന്റെ വിഷം ഭയങ്കരമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരേറ്റ പ്രാവശ്യം കടിക്കലോടുകൂടെ ആട് അപ്പത്തന്നെ ചാവുകയാണ്. ഇത് കണ്ടപ്പോൾ വീട്ടുകാർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്നിട്ട് ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ആ വീടിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, അത് നമുക്ക് എല്ലാ ദിവസം സ്വർണത്തിന്റെ എഗ്ഗ് തരുന്നുണ്ടല്ലോ, നമുക്ക് ഉപകാരമുണ്ട്, അത് ചെയ്യുന്ന ഉപകാരം നമുക്ക് ഈ ആടിന്റെ വിലയേക്കാളും കൂടുതലാണ്, അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല, അതിന്റെ ഹാലുക്ക് വിടുക എന്ന് പറയുകയും, പക്ഷേ ഇയാളെ ഹിർസ്, അയാൾ അത്യാഗ്രഹം, അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം പാമ്പ് വീണ്ടും പുറത്തു വന്നിട്ട് ഇതാ ഇയാളെ വീട്ടിലുള്ള കൈതയെ കുത്തുകയാണ്. കൈതയും അപ്പത്തന്നെ ചത്തു വീണു. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു ഇയാൾക്കും കുറച്ചൊരു പേടി തുടങ്ങിയപ്പോ, പക്ഷേ സമ്പത്തിന്റെ അത്യാഗ്രഹം, ആ സ്വർണത്തിന്റെ മുടയുടെ അത്യാഗ്രഹം ഇയാളെ ഒന്നും കൂടി പിടിച്ചു നിർത്തി. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, നമ്മളെ രണ്ടാമത്തെ ജീവനല്ലേ ആ പാമ്പ് കുത്തിയത്, അതൊന്നും പ്രശ്നമാക്കണ്ട, മനുഷ്യന്മാരൊന്നും കുത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടുകാരൊക്കെ മിണ്ടാതിരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 2 വർഷം വരെ ഈ പാമ്പ് ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഈ വീട്ടുകാർ പോലും ആ പാമ്പ് മറ്റേ കുത്തിയതായിരിക്കുന്ന ആടിന്റെ വിഷയം, ആ ടെൻഷനും അതുപോലെ ഖൈദയുടെ ടെൻഷനും എല്ലാം അവർ മറന്നുപോയി. അങ്ങനെ കുറച്ച് 2 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പാമ്പ് പുറത്തേക്ക് വന്നിട്ട് അടിമനെ കുത്തി, ഇതാ അടിമനെ കടിച്ചു. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു ആ അടിമ അപ്പത്തന്നെ ഉടമസ്ഥനെ വിളിച്ചു. ഉടമസ്ഥൻ വരുമ്പോഴേക്ക് ഈ പാമ്പ് ഇതാ തന്റെ മാളത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ആ അടിമ അപ്പത്തന്നെ ഇതാ മരിക്കുകയാണ്. ഇയാൾ ആകെ ബേജാറായി. ഈ പാമ്പിന്റെ വിഷം ഭയങ്കര കഠോരമാണ്, അതുകൊണ്ട് ഈ പാമ്പ് കടിക്കുമ്പോഴേക്ക് എല്ലാവരും മരിക്കുകയാണ്. ഇനി ഈ പാമ്പ് നമ്മുടെ വീട്ടുകാരെയും വിടുകയില്ല എന്നവർ വിഷമത്തിലായിരുന്നു. അങ്ങനെ സമ്പത്തിന്റെ ഹിർസ് അത്യാഗ്രഹം ഇയാളെ ഒന്നും കൂടി അതെല്ലാം മറപ്പിക്കുന്ന വിധത്തിലായി. അങ്ങനെ വീട്ടുകാരോട് ഇയാൾ പറഞ്ഞു, ഈ പാമ്പിനെ കൊണ്ട് നമുക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ട്, എന്നാൽ സ്വർണത്തിന്റെ എഗ്ഗും കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ടതില്ല എന്ന് വീണ്ടും മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഇതേ പാമ്പ് വന്നിട്ട് ഈ ഉടമസ്ഥന്റെ മകനെയും കുത്തി. അങ്ങനെ ഡോക്ടറിനെ വിളിച്ചു വരുമ്പോഴേക്ക് ഇതാ ഈ കുട്ടി അപ്പത്തന്നെ മരിക്കുകയാണ്. കുട്ടിയുടെ മരണം ആ വീട്ടിലെ ഉടമസ്ഥനിക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്കും വല്ലാത്ത സഹിക്കാൻ കഴിയാത്ത വിഷമമായി. ദേഷ്യം പിടിച്ചിട്ട് ഇതാ പാമ്പിനെ ഇനി വിടാൻ പാടില്ല എന്നതിലേക്ക് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ആ പാമ്പ് ഇവരെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴോ സ്വർണത്തിന്റെ എഗ്ഗ് വരുന്നതും നിർത്തപ്പെട്ടു. അങ്ങനെ ഇയാളെ പ്രകൃതി ഭയങ്കര ഹിർസാണല്ലോ, അത്യാഗ്രഹമാണല്ലോ, ഇയാള് വല്ലാത്ത വിഷമമായി. എന്നിട്ട് ഭാര്യ ഭർത്താവ് രണ്ടാളും കൂടിയിട്ട് ആ പാമ്പിന്റെ മാളത്തിന്റെ അടുക്കൽ വന്നിട്ട് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് പുകയെല്ലാം പുകയിപ്പിച്ച് സുഗന്ധമെല്ലാം അവിടെ പൂശിക്കൊണ്ട് അത് പാമ്പിനോടുള്ള ഒരു സുൽഹ് പ്രകടനം നടത്തി. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു വല്ലാത്ത ആ വിധത്തിലാക്കി അവർ മടങ്ങി. പിന്നെ നോക്കുമ്പോൾ വീണ്ടും സ്വർണത്തിന്റെ എഗ്ഗ് ഇതാ അവിടെ കാണാൻ തുടങ്ങി. അപ്പൊ ഈ സമ്പത്തിന്റെ ഹിർസ് ഇവരെ എല്ലാം കൊടുനാക്കി. ഈ ഉടമസ്ഥനെ ഒന്നും ഇയാൾക്കൊരു ഹുബുക്കഷി അയ്യോമി വയുസിം എന്ന് പറഞ്ഞ മാതി, ഒരു വസ്തുവിനെ സ്നേഹിച്ചാല് കണ്ണും കാണൂല ചെവിടും കേൾക്കൂല എന്ന് പറഞ്ഞ മാതി ഇയാൾക്കൊന്നും പിന്നെ അതെല്ലാം മറന്നുപോയി. അങ്ങനെ ഇയാള് തന്റെ മകൻ മരിച്ചതും അടിമ മരിച്ചതും എല്ലാം മറന്നു. സ്വർണത്തിന്റെ ഈ എഗ്ഗ് കാണുമ്പോൾ, സ്വർണത്തിന്റെ മുട കണ്ടപ്പോൾ, അങ്ങനെ വന്ന് ഒരു ദിവസം ഈ പാമ്പ് പുറത്തേക്ക് വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുത്തി. അങ്ങനെ ഇതാ സുബ്ഹാന ജല്ല ജലാലുഹു ആ ഭാര്യ അപ്പത്തന്നെ ഇതാ പിടങ്ങി മരിക്കുകയാണ്. ആ സമയത്ത് ഈ ഉടമസ്ഥൻ ഒറ്റക്കായി. അന്ന് ആ സമയത്താണ് ഈ പാമ്പിന്റെ വിഷയം തന്റെ സുഹൃത്തുക്കളോടും തന്റെ സഹോദരങ്ങളോടും എല്ലാം ഇദ്ദേഹം പറയാൻ തുടങ്ങി. എല്ലാരും പറഞ്ഞു, നീ വലിയ തെറ്റാ ചെയ്തത്, നീ അന്ന് തന്നെ
കുറച്ച് സൂക്ഷിച്ചാ മതി, ഇനി എത്ര പെട്ടെന്നും ആ പാമ്പിനെ നീ കൊല്ലണം, അല്ലെങ്കിൽ നിന്റെ ജീവിതവും നശിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ ഇയാള് പാമ്പിനെ അടിക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ നോക്കുമ്പോഴോ ഈ പാമ്പിന്റെ മാളത്തിന്റെ അവിടെ ഒരു മുത്താണ് കാണുന്നത്. വിലമതിക്കപ്പെട്ട മുത്ത് കണ്ടപ്പോൾ ഇയാളെ പ്രകൃതി വീണ്ടും സന്തോഷിച്ചു. സുബ്ഹാന ജല്ല ജലാലു. ഇയാള് ഹിർസ്, ഇയാളെ സമ്പത്തിന്റെ അത്യാഗ്രഹം, അതെല്ലാം ഇപ്പോൾ പാമ്പിന്റെ പ്രകൃതി മാറിയിട്ടുണ്ട്. ഇതുവരെ സ്വർണമായിരുന്നു, ഇപ്പോൾ മുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയുടെ മരണവും മകന്റെ മരണവും അടിമയുടെ മരണം മറ്റു ജീവികളുടെ മരണം എല്ലാം ഇയാളെ മറപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ അതിന്റെ പ്രകൃതി മാറിയിട്ടുണ്ടല്ലോ. ഇതുവരെ സ്വർണത്തിന്റെ യഗ്ഗേറിന് സ്വർണത്തിന് ഇവിടെ ഇപ്പൊ മുത്താണല്ലോ തരുന്നത്. അപ്പോ വിഷമെല്ലാം മാറിയിട്ടുണ്ടാവും, അവസാനിച്ചിട്ടുണ്ടാവും എന്ന് സ്വന്തത്തിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ഇനിയൊന്നും അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതാ ആ പാമ്പിനെ കൊല്ലാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു. അങ്ങനെ എല്ലാ ദിവസം മുത്തിങ്ങനെ കിട്ടും. അങ്ങനെ ഒരു ദിവസം ഇയാളെ സമ്പത്തുകൾ മുഴുവനും, ഇയാളെ സ്വർണം, സ്വർണത്തിന്റെ അതുപോലെ എല്ലാ സ്വർണങ്ങളും മുത്തുകളും എല്ലാം ഒരു പാത്രത്തിലിട്ട് ഇദ്ദേഹം ഇതാ തലന്റെ താഴെ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് പാമ്പ് പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് ഇയാൾ ഒരു കുത്തല് കുത്തി. സുബ്ഹാന ജല്ല ജല. ഇയാൾ അട്ടഹാസിച്ചു. ആളുകളൊക്കെ നാനുഭാഗത്തിനും വന്നു. പക്ഷേ ആ സമയത്ത് ആളുകൾ പറഞ്ഞു, ആ പാമ്പിനെ കൊല്ലാൻ നീ വല്ലാത്ത മടി കാണിച്ചു, നീ അത്യാഗ്രഹം ഹിർസാണ് നിന്നെ എല്ലാ നിലക്കും സ്വീപ്പാക്കിയത് എന്നൊക്കെ എല്ലാം പറഞ്ഞു. പക്ഷേ ഹിർസുള്ള ഈ മനുഷ്യൻ ലജ്ജയോടുകൂടെ തല താഴ്ത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സ്വർണം കൊണ്ട് നിറക്കപ്പെട്ട പാത്രം ഇതാ എന്റെ കുടുംബങ്ങൾക്കും എന്റെ സുഹൃത്തുക്കൾക്കും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുകയും എന്നിട്ട് വിഷമത്തോടെ കൂടെ പറയുകയാണ്, ഇന്ന് ഈ സമ്പത്ത് മുഴുവനും വേറെ ആളുടെയാണ്. ഇന്ന് ഈ സമ്പത്തിന് എനിക്ക് ഒരു വിലയും ഇല്ല. ഇത് മറ്റുള്ളവരുടെ സമ്പത്തായി പോയി. ഞാൻ കാലിക്കൈയാണ് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് എന്ന് പറയുകയും ഇദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മരണപ്പെടുകയും ചെയ്തത്. ഒയൂനുൽ ഹികായാത്ത് 508 ഹികായത്ത് 439 പേജിൽ ഈ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. നാം മനസ്സിലാക്കണം, ഹിർസ് എന്ന് പറയുന്നത്, സമ്പത്തിനുള്ള ഹിർസ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിനെ ഇതാ നശിപ്പിച്ചു കളയുന്നു. ചിരിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ ഇതാ എല്ലാ നിലക്കും. കാരണം ഹരീസിന്റെ നോട്ടം ഒരു പരിമിതമായിരിക്കും. വെറും വഖ്തി ഫായിദ നിലക്ക് താൽക്കാലിക ഫായിദകൾ മാത്രമാണ് ഹിർസിന്റെ ആളുകൾക്ക് ഉണ്ടാകുക. അത്യാഗ്രഹികൾക്ക് താൽക്കാലിക ഫായിദകൾ മാത്രം ചിന്തിക്കും, താൽക്കാലിക നേട്ടങ്ങൾ മാത്രം ചിന്തിക്കും. അതുകൊണ്ട് യഥാർത്ഥ തീരുമാനം ഒരിക്കലും അവരെടുക്കുകയില്ല. അവസാനം ഒരുപാട് പരാജയം സ്വീകരിക്കേണ്ടി വരും. ഈ പറഞ്ഞ ചരിത്രത്തിൽ തന്നെ ഒരു വീടിന്റെ കാര്യം എത്രമാത്രം മോശമായി എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഫ്രീ ആയി കിട്ടുന്ന സമ്പത്ത് അത് ബോധമില്ലാതെ ജോഷ് മെ ഹോഷ് ഖോന എന്ന നിലക്ക് ഇയാൾ സ്വീകരിച്ചപ്പോൾ മകനും ഭാര്യയും എല്ലാം അതുപോലെ സ്വന്തവും ഹലാക്കിന്റെ മാർഗത്തിലേക്ക് പോകേണ്ടി വന്നു. അവസാനം ഇയാളും തന്നെ മരിക്കേണ്ടി വന്നു. ഇതാണ് ഗഫലത്ത്, ഇതാണ് ഹിർസിന്റെ അന്തിമം എന്നത് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ഹിർസ് എന്ന് പറഞ്ഞാല് ഒരു കഥ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു നായി ഇറച്ചി കഷ്ണം എടുത്ത് നദിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇതാ വെള്ളത്തിൽ നോക്കുമ്പോൾ വെള്ളത്തിന്റെ ഉള്ളിലും ഒരു നായി ഇറച്ചി കഷ്ണം പിടിക്കുന്നത് കണ്ടു. അതായത് ഇതേ നായിനെ വെള്ളത്തിൽ കാണുകയാണ്. പക്ഷേ നായി ആഗ്രഹിച്ചത് ആ നായിന്റെ കയ്യിലും ഒരു ഇറച്ചി കഷ്ണമുണ്ട്, ആ നായിനെയും കൂടെ ആട്ടിപ്പറഞ്ഞാൽ ആ ഇറച്ചി കഷ്ണം എനിക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതാ നായി കുറക്കുകയാണ്. കുറക്കുമ്പോൾ ഈ ഇറച്ചി വായിൽ നിന്ന് വീണു. അങ്ങനെ ആ ഇറച്ചും നഷ്ടപ്പെട്ടു. തലബുൽ കുൽ ഫൗത്തുൽ കുൽ എന്ന നിലക്ക് ഹിർസ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും എന്നത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ സ്ഥാനത്ത് സൽക്കർമ്മങ്ങളിൽ നമുക്ക് ഒരുപാട് ഹിർസ് വേണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഹിർസ് ഉണ്ടാകണം. ഹസനാത്തിന്റെ ഹരീസ് നമ്മളാകണം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നന്മകളുടെ മഹത്വങ്ങൾ ധാരാളം കേൾക്കുക, പഠിക്കുക, മുതാല ചെയ്യുക. സൽക്കർമ്മങ്ങൾക്കുള്ള ഫളായിലുകൾ നമ്മൾ ധാരാളം പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ, കാരണം മനുഷ്യന്റെ ഒരു സ്വഭാവമാണല്ലോ,
ഉപകാരമുള്ള സ്ഥലത്തേക്ക് വേഗം മനസ്സ് തിരിക്കും. സ്വന്തത്തിന് ഫായത കാണുന്നുണ്ടോ അവിടെയാണ് എല്ലാവരും ചായുക. അപ്പൊ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മഹത്വം ഇങ്ങനെ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, കേൾക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പൊതുവെ ആഗ്രഹം വരും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പൊരുത്തം കരസ്ഥമാക്കാൻ ആ നിയ്യത്തോടുകൂടെ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരണം. അതോടുകൂടെ സൽക്കർമ്മങ്ങളുടെ ഹരീസ് ആകാൻ നമ്മൾ ചെയ്യേണ്ടത് അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കണം. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഇബാദത്തിന്റെ ഹരീസുകളായതുകൊണ്ട്, നല്ല കാര്യങ്ങളിൽ ഹസനാത്തിൽ ഹരീസായതുകൊണ്ട് ഇബാദത്തിൽ എത്രമാത്രം അവർ താല്പര്യം കാണിച്ചിരുന്നു അത് നമ്മൾ പഠിക്കുകയും മുതാല ചെയ്യുകയും മനസ്സിലാക്കുകയും ഉലമാ അഹ്ലുസുന്നയിൽ നിന്ന് കേൾക്കുകയും വേണം. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഇബാദത്തിൽ താല്പര്യമുണ്ടാകും. അങ്ങനെ നല്ല കാര്യങ്ങളുടെ ഹരീസ് നമ്മളാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ സ്വലത്ത് ബിൻ അശീം റളിയല്ലാഹു അൻഹു എല്ലാ ദിവസം 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നു. എന്നിട്ട് സുബി ആകുമ്പോൾ നരകത്തെ തൊട്ട് കാവല് തേടാൻ എനിക്ക് കഴിയുള്ളൂ, സ്വർഗം ചോദിക്കാൻ ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തെ തൊട്ട് കാവൽ തേടും 1000 റക്അത്ത് നിസ്കരിക്കുന്ന സ്വലത്ത് ഇബ്നു അശീം റളിയല്ലാഹു അൻഹു എന്ന് ലതായിഫുൽ മആരിഫിലും അതുപോലെ തംബീഹുൽ മുഖ്തറീൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുപോലെ നമ്മുടെ മുൻഗാമികളാ മഹാന്മാർ ജീവിതത്തിൽ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാ ദിവസം 500 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാര്, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം സഗീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇർഷാദുൽ ഇബാദിലും അതുപോലെ ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കർ റഹിമഹുല്ലാഹ് അവിടുത്തെ റാഹത്തുൽ ഖുലൂബിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ദാഊദ് ത്വാഇ റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാർ എത്രയെത്ര ഇബാദത്തുകളാണ് അവർ ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ എല്ലാ ദിവസം 1000 റക്അത്ത് നിസ്കരിച്ചിരുന്ന അങ്ങനെയുള്ള മഹാന്മാർ, ഇബാദത്തിന്റെ താല്പര്യങ്ങളുള്ള ആ മഹാന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ, അവരുടെ ഇബാദത്തിന്റെ താല്പര്യം നോക്കുമ്പോൾ നമ്മുടെ ഇബാദത്തിൽ ഇവര് കസ്റത്ത്, അതുകൊണ്ട് തൗഫീഖ് ലഭിക്കുകയും അതിൻ്റെ ഹിർസ് അത്യാഗ്രഹം നമ്മുടെ മനസ്സിൽ വരും. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹുദ അബുൽ ഈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി തംബീഹുൽ ഗാഫിലിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുൻഗാമികളെ ചരിത്രം വായിക്കുമ്പോൾ, മുൻഗാമികളെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈ ഇബാദത്തുകൾ, നമ്മുടെ ഈ ദീനീ ഖിദ്മത്തുകൾ ഒന്നുമല്ല എന്ന് തോന്നി നമ്മൾ ധാരാളം ചെയ്യാൻ പരിശ്രമിക്കും. അതേ സ്ഥാനത്ത് മുൻഗാമികളെ ചരിത്രം നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടിപ്പോയി, നമ്മുടെ ഇബാദത്തുകൾ കൂടുതലാണെന്ന് തോന്നി ഉജ്ബ് വന്നിട്ട് ഞാൻ തർക്കമില്ല എന്ന തോന്നൽ വന്നിട്ട് അത് എല്ലാ ഇബാദത്തുകളെ നശിപ്പിച്ചു കളയാൻ ഒരു കാരണമാകുമെന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തെറ്റുകൾക്കുള്ള ഹിർസ് അത് വളരെ മോശപ്പെട്ടതാണ്. ഇന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാണല്ലോ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളാണല്ലോ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർഗവും നരകവും അള്ളാഹു പടച്ചിട്ടുണ്ട്, ഖൈറും ഷർറും അള്ളാഹു പടച്ചിട്ടുണ്ട്. എന്നാൽ നന്മയും തിന്മയും എല്ലാം പടച്ചവനക്ക് ഇഷ്ടം നന്മയോടാണ്, സ്വർഗത്തിനോടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ നോക്കണം, അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾ നോക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഏതാണ് അത് നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനം നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. ഇന്ന് നാം പ്രത്യേകിച്ചും ഹിർസ് മതവും എല്ലാ സ്ഥലത്തും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എത്ര ദുഃഖിക്കേണ്ടി വരും. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ അധികവും തെറ്റുകളിൽ ഹിർസാണ് ഇന്ന് കാണുന്നത്. മസ്ജിദുകൾ, പള്ളികളും അതുപോലെ മദ്രസകളും സ്ഥാപനങ്ങളും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ മജ്ലിസുകൾ, ദിക്ർ സ്വലാത്തിന്റെ മജ്ലിസുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ, പരിപാടികൾ എവിടെയെല്ലാം അതുപോലെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഇൽമിന്റെയും മജ്ലിസുകൾ, ക്ലാസുകൾ എവിടെയെല്ലാം നോക്കുമ്പോൾ മുസ്ലിം സമുദായം വളരെ കുറവാണ് കാണുക. അതേ സ്ഥാനത്ത് സിനിമ ടാക്കീസിലും അല്ലെങ്കിൽ ഡ്രാമയോ അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബുകളിലും ദോഷങ്ങളുടെ കൂമ്പാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഇന്ന് ഒരുപാട് ആളുകൾ മുസ്ലിമിന്റെ വേഷധാരികൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല കാര്യത്തിൽ ഇന്നബിന് ആദമ ലഹരീസുൻ അലാമാ മനഅ, വേണ്ട എന്ന് പറയുന്നത്, ചെയ്യണ്ട എന്ന് പറയുന്നത് വിഷയത്തിൽ എല്ലാവരും അത്യാഗ്രഹികളാണ്. ഇന്ന് മനുഷ്യനിക്ക് വേണ്ട, ചെയ്യാൻ പാടില്ലാത്ത വിഷയം ധാരാളം ചെയ്യുന്നു. അങ്ങനെ തെറ്റുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. TV, VCR, DVD പ്ലെയറും അതുപോലെ ഡിഷ് ആന്റിന, അതുപോലെ ഇന്റർനെറ്റ്, അതുപോലെ കേബിൾ, അതുപോലുള്ള മൊബൈല്, നെറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ശൈത്വാനിന്റെ ഇഖ്വാനുകളായി ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ
അശ്ശൈത്വാനു ഫാരിഖുൻ വഅൻത മശ്ഗൂലുൻ. ശൈത്വാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ശൈത്താൻ എല്ലാം റെസ്റ്റിലാണ്, എല്ലാം നീ തന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ മഹാന്മാർ പറഞ്ഞതുപോലെ കുല്ലുമാ ശഗല അൻ ത്വരീഖിൽ ഹഖി ഫഹുവ താഗൂതുക. അതായത് നിന്നെ ഹക്കിനെ തൊട്ട് ജോലിയാക്കുന്ന, ഹക്കിനം വിട്ട് ജോലിയാക്കുന്ന എന്തെല്ലാം ഉണ്ട് അതെല്ലാം നിന്റെ ശൈത്വാനാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഫത്താഹ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദൗലത്ത് ലാ സവാൽ അൽ ബർക്കത്തു അദ്ദൗലത്തു ബിലാ സവാലിൻ, അതുപോലെ വൽ ബർക്കത്തു ഫിൽ ഹാലി വൽ മആൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ മറ്റൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എത്രമാത്രം നമ്മളെ ഹക്കിലെ തൊട്ട് വൈതിരിക്കുന്ന ഒരുപാട് വസ്തുക്കളാണ് ഉള്ളത്. ഇതെല്ലാം ദോഷങ്ങളെ ഹിർസിന് വേണ്ടി ഉപയോഗിക്കുന്ന, ദോഷങ്ങളെ ഹിർസ് ഉണ്ടാക്കി തീർക്കുന്ന വസ്തുക്കളാണ്. അതോടുകൂടെ നിസ്കാരം ഖളാ ആക്കുക, ഫർള് നോമ്പുകൾ വിടുക, തെറ്റുകൾ പറയുക, തെറ്റിദ്ധാരണ വർദ്ധിപ്പിക്കുക, തെറ്റിദ്ധരിക്കുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ജനങ്ങളുടെ അയബുകൾ നോക്കി നടക്കുക, അതുപോലെ മറ്റുള്ളവർക്ക് അയബുകൾ ചുമത്തുക, കളവ് പറയുക, കളവായ വാഗ്ദാനം ചെയ്യുക, മറ്റുള്ളവരുടെ സമ്പത്ത് ഹക്കില്ലാതെ ഭക്ഷിക്കുക, അതുപോലെ മറ്റുള്ള രക്തം ചിന്തുക, അങ്ങനെ സമ്മതമില്ലാതെ, ആരുടെയും ശർഈയായ സമ്മതമില്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുക, അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് കടം പൂത്തിവെച്ച്, അതായത് കടം കൊടുക്കാതെ അവരെ ഇടങ്ങേറാക്കുക, ബുദ്ധിമുട്ടാക്കുക, അതുപോലെ മറ്റുള്ളവരുടെ ആരിയത്തൻ വായ്പ വസ്തുക്കൾ വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാതിരിക്കുക, അതുപോലെ മുസ്ലിം സമൂഹത്തിലേക്ക് മോശപ്പെട്ട പേരുകൾ വെച്ചിട്ട് മോശമായ ലഖബുകൾ വിളിച്ചു പറയുക, അതുപോലെ ഒരാളുടെ സമ്പത്ത്, ഒരാളുടെ വസ്തു അയാൾക്കത് ഉപയോഗിക്കൽ ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിരിക്കെ അയാളുടെ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തുക, അതുപോലെ കള്ളു കുടിക്കുക, ചൂതാട്ടം കളിക്കുക, കക്കുക, വ്യഭിചരിക്കുക, സിനിമകളും ഡ്രാമകളും അതുപോലെ സീരിയലുകളും നോക്കുക, രസിക്കുക, അതുപോലെ സിനിമാ പാട്ടുകൾ കേട്ട് രസിക്കുക, അതുപോലെ ബഡ്ഡി, പലിശയും അങ്ങനെയുള്ള ഇടപാടുകൾ നടത്തുക, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, മാതാപിതാക്കൾ ജായിസായ കാര്യം കൽപ്പിച്ചാലും അത് അനുസരിക്കൽ നിർബന്ധമാണ്. അതേ സ്ഥാനത്ത് തെറ്റുകൾ കൽപ്പിച്ചാൽ ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ബിമഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖായ റബ്ബിനിക്ക് മാറി കാണിച്ചിട്ട് സൃഷ്ടിക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന നിലക്ക് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, അവരെ ഇടങ്ങേറാക്കുക, ബുദ്ധിമുട്ടാക്കുക, അമാനത്തിൽ ഖിയാനത്തും അതുപോലെ മോശമായ നോട്ടവും, അതുപോലെ സ്ത്രീകൾ പുരുഷന്മാരോട് മുഷാബഹത്തും, പുരുഷന്മാർ സ്ത്രീകളോട് മുഷാബഹത്തും, ഇങ്ങനെ അതുപോലെ ഹിജാബില്ലായ്മ, ഹിജാബിന്റെ ആയത്ത് അനുസരിക്കാതെ എല്ലാം ഹിജാബിനെ തൊട്ടെല്ലാം ജീവിതമെല്ലാം മാറ്റിക്കൊണ്ട് ഹിജാബിനെ പറ്റി ഇല്ലാതെയാക്കി, അതുപോലെ തക്കബറും കിബറും ഹസദും റിയാവും അങ്ങനെയുള്ള മനസ്സുകളിൽ മറ്റുള്ളവരുടെ ബുഹുദും എല്ലാം അദാവത്തും വെച്ച്, ശത്രുത വെച്ച്, ദേഷ്യം വെച്ച്, പരിശുദ്ധമായിരിക്കുന്ന ശരീഅത്തുൽ ഇസ്ലാമിന്റെ ബൗണ്ടറി വിട്ടുകടന്നുകൊണ്ടിട്ടുള്ള ദേശം പിടിക്കുക, അതുപോലെ ഹുബ്ബുൽ ജാഹ്, ബുഖ്ല്, ഉജ്ബ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ സജീവമായി പ്രവർത്തിക്കുക, ഇതെല്ലാം ദോഷങ്ങളുടെ ഹിർസാണ്. അതിന്റെ കാരണം കൊണ്ട് നഫ്സും വിജയിക്കുന്നു, പൈശാചികമായ ശൈത്താനും ശയാത്തീനുൽ ഇൻസ് ശയാത്തീനുൽ ജിന്നും വിജയിക്കുന്നു. ഇതാ നമ്മൾ പരാജയപ്പെടുന്നു. അതോടുകൂടി ദോഷങ്ങളെ കൊണ്ട് മനസ്സുകളും നമ്മുടെ അവയവങ്ങളെല്ലാം ദോഷങ്ങളുടെ കാരണം കൊണ്ട് ഇരുട്ടാകുന്നു. ഇബാദത്തിന്റെയും ഹസനാത്തിന്റെയും നൂറാനിയത്ത്, ആ പ്രകാശം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഹിർസിന്റെ കാരണമാണ്, ഹിർസ് മദ്മൂമിന്റെ കാരണമാണ്. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഹിർസ് രക്ഷപ്പെടാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹിർസിനെ തൊട്ട് രക്ഷപ്പെടണം. ഹിർസ് മദ്മൂം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന് 3 ചികിത്സകൾ നമ്മൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യമായി ദോഷങ്ങളെ കുറിച്ച് അറിയുക. ദോഷങ്ങളെ കുറിച്ച് അറിഞ്ഞാലാണല്ലോ ദോഷത്തിൽ രക്ഷപ്പെടുക. ബഹുമാനപ്പെട്ട സാഹിബ് സുർ ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു സാഹിബ് സിറാണ്. കാരണം എല്ലാവരും ഖൈറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഷർറുകളെ കുറിച്ച് കൂടുതൽ ചോദിക്കും, ഷർറിനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി. കാരണം ദർഉൽ മഫാസിദ് ഔലാ മിൻ ജൽബിൽ മസാലിഹ്, ഒരു നന്മ ചെയ്യാൻ എളുപ്പമുണ്ട്, അതേ സ്ഥാനത്ത് തെറ്റ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ മഹത്വമുണ്ടെന്ന് ധാരാളം വാക്കുകൾ ഹദീസുകളിലും മറ്റു ഇമാമിയങ്ങളെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദോഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക.
അവരെ ശിക്ഷകൾ എന്തെല്ലാം ഉണ്ട് എന്ന് മഹാന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്ന്, അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ പോലത്തെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, അതുപോലെ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നിന്ന്, അതുപോലെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹിന്റെ സവാജിർ, അതുപോലെ തംബീഹുൽ ഗാഫിലീൻ, ഖൂത്തുൽ ഖുലൂബ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് ദോഷങ്ങളുടെ മോശങ്ങൾ നമ്മൾ അറിയണം. അൽ ഹദീഖത്തുൻ നദിയ, അതുപോലെ മിഫ്താഹുൽ ഫലാഹ്, അൽ ബരീഖത്തു ശറഹു ത്വരീഖ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം ദോഷങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ തൊട്ട് രക്ഷപ്പെടുക. അതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സഹവാസം സ്വീകരിച്ച് അവരിൽ നിന്ന് പഠിക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു ശേഖരിക്കുക, ദോഷങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിനെ തൊട്ട് ദോഷങ്ങളെ തൊട്ട് വിട്ടുനിൽക്കുകയും ചെയ്യുക. അതുപോലെ പ്രത്യേകിച്ചും ഖൈറു ജലീസിൻ ഫി സമാനി കിതാബൻ, ഈ കാലഘട്ടത്തിൽ മഹത്തുക്കളുടെ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെഴുതിയ ഗ്രന്ഥങ്ങളിൽ ദോഷങ്ങളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ദോഷങ്ങൾ രക്ഷപ്പെടാൻ എന്തെല്ലാം ഉപദേശം നൽകിയിട്ടുണ്ട്, ആ ഉപദേശം സ്വീകരിച്ച് ജീവിക്കുക. അതുപോലെ രണ്ടാമത്തത്, ദോഷങ്ങളുടെ നഷ്ടങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഗളബ് നമ്മൾ വിളിച്ചു വരുത്തിയ മാതിരിയാണ്. അള്ളാഹുവിന്റെ ഗളബ്, അള്ളാഹു മഹബത്ത് ഗളബ് എന്ന തൊട്ട് ശുദ്ധനാണ്. അതിന്റെ ലാസിമിയാമായ അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടാത്ത അദാബ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാറി കാണിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകും. അതുപോലെ സ്വർഗത്തെ തൊട്ട് ദൂരത്താകും, നരകത്തോട് നമ്മൾ അടുക്കും തെറ്റ് ചെയ്യുന്നതനുസരിച്ച്. കാരണം ബഹ്റുദ്ദുമൂയിൽ ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഉമർ റളിയല്ലാഹു അൻഹു ആ പുണ്യവാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നല്ല കാര്യം ചെയ്താല് 10 കൂലിയും, ഒരു തെറ്റ് ചെയ്താൽ ഒരു ദോഷമേ എഴുതുള്ളൂ. എന്നാൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ 10 നാശങ്ങൾ വരും. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വേദനിക്കും. അതുപോലെ സ്വർഗത്തെ തൊട്ട് ദൂരത്താകും, നരകത്തിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ദോഷങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രമല്ല, ലാ തൻദുർ ഇലാ സഗീൽ ഖതിആ വലാകിൻ ഉൻദുർ ഇലാ മൻ അസൈത, തെറ്റ് ചെയ്യുന്നത് സിമ്പിളായി കാണണ്ട, ചെറിയ തെറ്റ് എന്ന് വിചാരിക്കണ്ട. കാരണം മാറി കാണിക്കുന്നത് രാജാതിരാജനായ അള്ളാഹുവിനിക്കാണ് എന്ന ചിന്ത എപ്പോഴും നീ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ലൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവാജിറിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തെറ്റുകൾ നമ്മൾ ചെറുത് വിചാരിക്കും, വതഹ്സബൂനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അലീം, തെറ്റ് ചെറുതാണ് വിചാരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയതാണ്. അതുപോലെ അഹ്ഫല്ലാഹു സലാസൻ ഫീ സലാസ്, അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയത്തിൽ മറച്ചു വെച്ചിട്ടുണ്ട്. ജനങ്ങൾ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയും ഒരുപാട് ദോഷങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടിയെല്ലാം ദോഷങ്ങളിൽ അള്ളാഹുവിന്റെ ഗളബ് അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട്. അതേ സ്ഥാനത്ത് നന്മകളിൽ അള്ളാഹു തആല അവന്റെ പൊരുത്തം, അവന്റെ റിളാ ഇതാ മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ, വെള്ളിയാഴ്ച സഅത്തുൽ ഇജാബ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മുൽ ആദം, 5 വക്ത് നിസ്കാരത്തിൽ സ്വലാത്തുൽ ഉസ്ത, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു തആല മറച്ചു വെച്ചത് എല്ലാത്തിനും വ്യാപകമായി താല്പര്യത്തോടുകൂടെ അടിമകൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ ദോഷങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ദോഷങ്ങളോട് സൂക്ഷിച്ച് നല്ല ഒരു മുത്തഖിയായി സ്വാലിഹായി ജീവിക്കാൻ വേണ്ടിയാണ് ദോഷങ്ങളിൽ അല്ലാഹു തആല അവന്റെ ഗളബിനെ മറച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം ദോഷങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നഫ്സിനെ തന്നെ നമ്മൾ വിഷമിപ്പിക്കുകയാണ്, ബുദ്ധിമുട്ടാക്കുകയാണ്, നമ്മളെ നഫ്സിനെ ശിക്ഷയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ മനസ്സിൽ അതിന്റെ അസറുണ്ടാകും. ഒരു തെറ്റ് ചെയ്താൽ മനസ്സിൽ ഒരു കറുത്ത പൊള്ളിയും. അങ്ങനെ ദോഷങ്ങൾ ചെയ്യുന്നതനുസരിച്ച് മനസ്സിന്റെ അവസ്ഥകളൊക്കെ മാറിപ്പോകുന്നു. അതുപോലെ തെറ്റുകൾ ചെയ്യുമ്പോൾ അമലുകൾ എഴുതുന്ന മലായികത്ത് മഅസൂമിങ്ങളാണല്ലോ, കിറാമുൻ കാത്തിബൈൻ റഖീബ് അതീദ്, മഅസൂമിങ്ങളായ മലക്കുകളെ കൊണ്ട് നമ്മുടെ തെറ്റുകൾ എഴുതിപ്പിക്കേണ്ടി വരും. അതുപോലെ അല്ലാഹും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ്. അതുപോലെ മറ്റു മുഅ്മിനീങ്ങളെ വഞ്ചിക്കലും റബ്ബിനിക്ക് മാറി കാണിക്കലും, അങ്ങനെയുള്ള ദോഷത്തിന്റെ നഷ്ടങ്ങൾ ചിന്തിച്ചുകൊണ്ട് ദോഷങ്ങളെ തൊട്ട് സൂക്ഷിക്കുക. ആ ദോഷങ്ങളിൽ ഹിർസും നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, അൽ മആസി ബരീദുൽ കുഫർ, ദോഷങ്ങളൊക്കെ അവസാനം ഇതാ ആഖിബത്ത് മോശമാകുന്ന വിധത്തിലായി പോകും. അശ്ശൈഖ് ശുഐബ് ഹുറൈഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റൗദുൽ ഫായിഖിൽ പറഞ്ഞ ചരിത്രമുണ്ടല്ലോ ദോഷങ്ങളെ സംബന്ധിച്ച്. 40 കൊല്ലം അതുപോലെ 30 കൊല്ലം ഫീസബില്ലാഹ് ബാങ്ക് കൊടുത്തിരുന്ന 2 സഹോദരങ്ങളെ കുറിച്ച് അവസാനം കാഫിറായി ചത്തുപോയത്. കാരണം
അന്യ സ്ത്രീകളെയും അതുപോലെ അമൃതങ്ങളെയും കൂർപ്പിച്ച് നോക്കിയതിന്റെ പേരിലാണ് എന്നവർ നീണ്ട ചരിത്രം അശ്ശൈഖ് ശുഐബ് ഹുറൈഫീഷ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റൗദുൽ ഫായിഖ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവസാനം ദോഷം കുഫറിലേക്ക് എത്തിക്കും. ലാ ദീന ലിമൻ ലാ അദബ ലഹു, അദബുകളില്ലാതെയാകുമ്പോൾ ഓരോന്നിനെയും അദബ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം അത് കുഫറിലേക്ക് എത്തിക്കും. ആദ്യം ദോഷമല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കി പ്രവർത്തിച്ച് പിന്നെ ദോഷം ഹലാലായി കരുതി അങ്ങനെ അവസാനം ഈമാൻ വിശ്വാസമെല്ലാം തെറ്റി കാഫിറായി ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നാം വളരെ പ്രധാനമായി ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹിർസ് മഹ്മൂദ് നമുക്കുണ്ടാകണം. ഹിർസ് മദ്മൂമ് നമ്മളിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് അത് വളരെ വിദൂരത്തേക്കാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ ഉലമാ മശായിഖ്, അതുപോലെ ബഹുമാനപ്പെട്ട മൗലാന മുദറിസ് ചൂനൂർ ഉസ്താദ്, വി കെ ഉസ്താദ്, അല്ലാഹു തആല ഉസ്താദിനും അതുപോലെ ദാറുൽ ഇഫ്താൽ അസ്ഹറുൽ എല്ലാ ഖാദിമീങ്ങൾ, ITSS ന്റെ എല്ലാ ഖാദിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും ഖൈറും ലുത്ഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും സഅദത്തുദ് ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ദുആ വസിയത്ത് ചെയ്തവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അല്ലാഹു നമ്മയും അവരെയും സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.